ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഏറ്റുമുട്ടുവാൻ പോകുന്നത്. എന്തായാലും മെഗാലയനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സീസൺ ആയതിനാൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. തീവാർന്ന പോരാട്ടം പ്രതീക്ഷിക്കാം. എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ കപ്പ് എങ്ങോട്ട് പോകുമെന്നാണ് ഇത്തവണയും കണ്ടറിയേണ്ടത്. പല ടീമിൻ്റെയും പരിശീലകരും നായകന്മാരും അടക്കം മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ കൂടുതൽ ആവേശകരമാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാന സീസണിൽ നിറം മങ്ങിയ മുംബൈ ഇന്ത്യൻസിനും CSKയ്ക്കുമെല്ലാം ഈ ഒരു സീസൺ അഭിമാന പോരാട്ടമാണ്, അഭിമാന പ്രശ്നം തന്നെയാണ്. എന്ത് വില കൊടുത്തും ഇവർക്ക് കപ്പിലേക്ക് എത്തേണ്ട ആവശ്യവുമുണ്ട്. ഇതിനോടകം പല പ്രമുഖരും ഈ സീസണിലെ വിജയികൾ ആരാകുമെന്ന് പ്രവചിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ നമ്മുടെ മുൻ ദക്ഷിണാഫ്രിക്കൻ താരവും അതുപോലെ തന്നെ RCBയുടെ ഹീറോയുമായിരുന്ന മിസ്റ്റർ 360 AB ഡിവില്ലിയേഴ്സ് പ്ലേ ഓഫിൽ ഏതൊക്കെ ടീമുകൾ എത്തുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് MS ധോണിയുടെ CSK ഇറങ്ങുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് നായകനായിട്ടുള്ള CSKയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ടീമിലെ പ്രധാന താരങ്ങളെല്ലാം ഒപ്പം കൂട്ടിയാണ് ഇത്തവണ CSKയുടെ കുതിപ്പ്. ധോണിയുടെ അവസാന സീസണായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ് നേടിക്കൊടുത്ത് ധോണിക്ക് യാത്രയപ്പ് നൽകുവാൻ തന്നെയായിരിക്കും CSK ആഗ്രഹിക്കുക. എന്നാൽ ഈ മോഹം നടക്കില്ല എന്നാണ് ഡിവില്ലിയേഴ്സ് വിലയിരുത്തുന്നത്. മുംബൈ ഇന്ത്യൻസ് ഇത്തവണ പ്ലേ ഓഫിലുണ്ടാവും. മികച്ച താരനിരയുള്ള RCBയും ഇത്തവണ പ്ലേ ഓഫിലെത്തും. സന്തുലിതമായ താരനിര ഇത്തവണ RCBക്കുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിലെത്തുവാൻ വലിയ സാധ്യതയുള്ള ടീമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയും പ്ലേ ഓഫിലെത്തുവാൻ സാധ്യതയുണ്ട്, AB ഡിവില്ലിയേഴ്സ് പ്രവചിച്ചു. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിൽ ഉണ്ടാവില്ല എന്നാണ് AB ഡിവില്ലിയേഴ്സ് പറയുന്നത്. ഇത്തവണ RCB രജത് പട്ടിദാറിനെ നായകനാക്കിയാണ് ഇറങ്ങുന്നത്. വിരാട് കോഹ്ലി വീണ്ടും RCBയുടെ നായകനാവുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നെങ്കിലും രജത് പട്ടിദാറിനെ നായകനായി പ്രഖ്യാപിക്കുകയായിരുന്നു. വിരാട് കോഹ്ലിയുടെ വിശ്വസ്തനായ താരമാണ് രജത്. കോഹ്ലിക്ക് കീഴിൽ കളിച്ച് വളർന്ന താരം ബാറ്റ് കൊണ്ടും വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ ശേഷിയുള്ള താരമാണ്. ഇക്കാര്യം നേരത്തെ തന്നെ അദ്ദേഹം തെളിയിച്ചതുമാണ്. എന്നാൽ കോഹ്ലി ഔദ്യോഗികമായി ക്യാപ്റ്റൻ അല്ലെങ്കിലും ബാറ്റ്സ്മാൻമാരുടെ നായകനായി ഇത്തവണയും മുന്നിൽ ഉണ്ടാവുമെന്നാണ് ഡിവില്ലിയേഴ്സ് പറയുന്നത്. ബാറ്റിംഗ് നിരയുടെ നായകനായി ഇത്തവണയും വിരാട് കോഹ്ലി മുന്നിൽ ഉണ്ടാവണം. ബുദ്ധിപരമായി കളിച്ച ടീമിനെ ബാറ്റിംഗ് തകർച്ചയിലേക്ക് പോവാതെ നോക്കേണ്ടത് കോഹ്ലിയാണ്. ഇത്തവണ ബാറ്റിംഗിലും ബൌളിംഗിലും സന്തുലിതമായ നിരയാണ് RCBയുടേത്. അതുകൊണ്ട് തന്നെ കിരീട സാധ്യതയും സജീവമായിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്തു നിൽക്കുന്നത് ചെറിയ തലവേദനയാണ് മുംബൈ ഇന്ത്യൻസിന്. എന്നാൽ ഇത്തവണ ബാറ്റിംഗിലും ബൌളിംഗിലും മുംബൈ അതിശക്തമായ നിരയാണെന്ന് പറയാം. ബൌളിംഗ് നിരയിൽ ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും കുന്തമുനകളാവും. നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബുംറ തിരിച്ചെത്തുന്നതോടെ മുംബൈ അതിശക്തരായി മാറും. സ്പിൻ നിരയിൽ മിച്ചൽ സാന്റനറുമുണ്ട്. ഇത്തവണ 6ാം കിരീടം ലക്ഷ്യമിടുന്ന മുംബൈക്ക് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് തന്നെ വിലയിരുത്താം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് എന്നിവരുടെ പ്രകടനം മുംബൈയുടെ കിരീടത്തിലേക്കുള്ള കുതിപ്പിൽ വളരെ നിർണായകമായി മാറുകയും ചെയ്യും. അപ്പോൾ AB ഡിവില്ലിയേഴ്സ് പറഞ്ഞ ഈ 4 ടീമുകൾ പ്ലേ ഓഫിലെത്തുമെന്ന വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ IPL വാർത്തകൾക്കും IPL വിശേഷങ്ങൾക്കുമായി One India മലയാളം സന്ദർശിക്കൂ.